ദേവമംഗൾ ആസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. രോഹിണി നക്ഷത്രക്കാരുടെ 2026 മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രമാണ് രോഹിണി. രാശിനാഥൻ ശുക്രനും നക്ഷത്രനാഥൻ ചന്ദ്രനുമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വർഷം മുഴുവനും ശനി ഇഷ്ടഭാവമായ 11-ൽ സഞ്ചരിക്കുന്നു. 11-ലെ ശനി അധികാരപ്രാപ്തി, ഭാര്യാപുത്ര സൗഖ്യം, ബഹുമാനം, അംഗീകാരം, ധനലാഭം, രോഗങ്ങളിൽ നിന്ന് മോചനം എന്നീ ഗുണഫലങ്ങൾ നൽകുന്നു. അതുപോലെ തന്നെ 2-ലെ വ്യാഴസ്തുതിയും ഈ ജൂൺ ആദ്യം വരെ പല നേട്ടങ്ങളും നേടിത്തരും. എന്നാൽ ജൂൺ ആദ്യവാരത്തിൻ്റെ അവസാനത്തോടെ വ്യാഴം 3-ലേക്ക് മാറുമ്പോൾ സമയം അത്ര ഗുണകരമായിരിക്കില്ല. ദൈവാധീനക്കുറവുണ്ടാവാം. അതിനാൽ ദോഷപരിഹാരമായി വ്യാഴാഴ്ച വ്രതമെടുക്കുന്നതും വ്യാഴപ്രീതികരങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും പരദേവതയെ ഭജിക്കുന്നതും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറച്ച് ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യും. രോഹിണി നക്ഷത്രക്കാരുടെ പ്രതികൂല നക്ഷത്രങ്ങളായ തിരുവാതിര, പൂയം, മകം, മൂലം, പൂരാടം, ഉത്രാടം എന്നീ നാളുകളിൽ ശുഭകാര്യങ്ങൾ ആവുന്നതും ഒഴിവാക്കുക. ഈ നാളുകാരുമായി വ്യക്തിപരമായ കാര്യങ്ങൾ പങ്കുവയ്ക്കാതിരിക്കുന്നതും ഇവരുമായി ചേർന്നുള്ള കൂട്ടുസംരംഭങ്ങളും ഒഴിവാക്കുന്നതായിരിക്കും ശ്രേയസ്കരം. എന്നുവെച്ച് ഈ നാളുകാരെ ഒഴിവാക്കണമെന്നല്ല, ഈ നാളുകാരുമായുള്ള ഓരോ ഇടപാടുകളിലും പ്രത്യേക ശ്രദ്ധ അനിവാര്യമാണെന്ന് ചുരുക്കം. രോഹിണി നക്ഷത്രക്കാരുടെ 2026 മെയ് മാസത്തെ പൊതുവായ ഫലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്ര സുഖകരമായി കാണുന്നില്ല. പൂർവിക സ്വത്തിന്മേൽ അവകാശവുമായി ബന്ധുക്കൾ തേടിയെത്തുന്നത് പലവിധ മാനസിക സമ്മർദ്ദങ്ങൾക്കും ഇടവരുത്തുകയും അവരുമായി ശത്രുതയ്ക്ക് സാഹചര്യം വന്നു ചേരുകയും ചെയ്യും. ആരോഗ്യപരമായും സമയം അത്ര അനുകൂലമായി കാണുന്നില്ല. പലവിധ രോഗങ്ങൾക്കും സാധ്യത കാണുന്നു, പ്രത്യേകിച്ചും അസ്ഥി സംബന്ധമായ രോഗങ്ങൾക്ക്. എല്ലാ കാര്യത്തിലും മടിയും വിഷമവും പരാജയഭീതിയും മനോവിഷമത്തിനും ഇട കാണുന്നു. വിജയിക്കുമെന്ന് ഉറപ്പായ വിശ്വാസത്തോടെ തുടക്കം കുറിച്ച കാര്യങ്ങൾ ഉദ്ദേശിച്ച ഫലപ്രാപ്തി കണ്ടെന്നു വരില്ല. വാഗ്ദാനങ്ങൾ പാലിക്കാൻ ആശ്രാന്തം പരിശ്രമിക്കേണ്ട സ്ഥിതി വന്നു ചേരും. സന്താനങ്ങളെ കൊണ്ട് പലവിധ ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടേക്കാം. ജീവിത പങ്കാളിയുടെ ഭാഗത്തുനിന്നുള്ള നിസ്സഹകരണം മനോഭാവം പലവിധ മാനസിക പ്രശ്നങ്ങൾക്കും ഇടവരുത്തും. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമെങ്കിലും തൊഴിൽ രംഗത്ത് വലിയ പ്രശ്നങ്ങൾ കൂടാതെ മുന്നോട്ടു പോകാൻ കഴിയും. കച്ചവടക്കാർക്കും കാർഷിക രംഗത്തുള്ളവർക്കും സമയം അനുകൂലമായി കാണുന്നു. വിവാഹാലോചകർക്ക് ആഗ്രഹാനുസരണമുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്താനും വിവാഹത്തിനും സമയം ഏറെക്കുറെ അനുകൂലമായി കാണുന്നു. വിദ്യാർത്ഥികൾക്കും ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്കും സമയം ഗുണദോഷ സമ്മിശ്രമായി കാണുന്നു. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും മാനസിക സമ്മർദ്ദവും കാര്യസാധ്യ തടസ്സവും കാണുന്നു. രോഹിണി നക്ഷത്രക്കാരുടെ 2026 ജൂൺ മാസത്തെ പൊതുവായ ഫലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുൻ മാസത്തെ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ തുടർന്നും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കാൻ സാധ്യത കാണുന്നു. കുടുംബത്തിൽ നിന്നും അകന്നോ വിട്ടു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. എല്ലാവരുമായും സൗഹൃദത്തോടെ പോകണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും സാഹചര്യ സമ്മർദ്ദം മൂലം നിയന്ത്രണം കൈവിട്ടു പോവുകയും കലഹിക്കുന്ന അവസ്ഥ വന്നു ചേരുകയും ചെയ്തേക്കാം. അതിനാൽ ഇക്കാര്യം അറിഞ്ഞു മുന്നോട്ടു പോയാൽ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും. ദൂരയാത്ര കൊണ്ട് അലച്ചിലും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുമെന്നല്ലാതെ വലിയ നേട്ടമോ മറ്റു ഗുണങ്ങളോ ഉണ്ടായെന്ന് വരില്ല. നേരത്തെ ഉണ്ടായിരുന്ന രോഗങ്ങൾ മൂർച്ഛിക്കുകയോ പകർച്ചവ്യാധികൾ പിടിപെടാനോ സാധ്യതയുള്ളതിനാൽ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് ഗുണകരമായിരിക്കും. അതുപോലെ തന്നെ ശരീരത്തിൽ മുറിവോ ചതവോ ഒടിവോ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ വാഹനങ്ങളും മറ്റു മെഷീനറികളും കൈകാര്യം ചെയ്യുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി മാത്രം കൈകാര്യം ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ മാസാന്ത്യത്തോടെ കാര്യങ്ങളിൽ കുറച്ച് അനുകൂലാവസ്ഥ വന്നു ചേരാൻ സാധ്യത കാണുന്നു. വിധവകൾക്കും വിവാഹ അന്വേഷകർക്കും സമയം ഏറെക്കുറെ അനുകൂലമായി കാണുന്നു. രോഹിണി നക്ഷത്രക്കാരുടെ 2026 ജൂലൈ മാസത്തെ ഫലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാനസിക ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ടാകുമെങ്കിലും എല്ലാവിധ പ്രശ്നങ്ങളെയും ആത്മബലം കൊണ്ട് നേരിട്ട് വിജയിക്കാൻ കഴിയും. തൊഴിൽ രംഗത്ത് മെച്ചപ്പെട്ട സ്ഥിതി കൈവരും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമെങ്കിലും കടബാധ്യതകൾ തീർക്കുവാനേ അത് ഉതവുകയുള്ളൂ. വിദ്യാർത്ഥികൾക്കും ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്കും മത്സര പരീക്ഷകളെ അഭിമുഖീകരിക്കുന്നവർക്കും വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും സമയം അനുകൂലമായി കാണുന്നു. കച്ചവടക്കാർക്കും കാർഷിക രംഗത്തുള്ളവർക്കും സമയം അനുകൂലമാണ്. എങ്കിലും ബിസിനസ് രംഗത്തുള്ളവർക്ക്, പ്രത്യേകിച്ചും ഷെയർ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കഷ്ടനഷ്ടങ്ങൾക്ക് സാഹചര്യമുള്ളതിനാൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മാതാവിൻ്റെ ആരോഗ്യസ്ഥിതി അത്ര തൃപ്തികരമായിരിക്കില്ല.
ആസ്പത്രിവാസത്തിനും അതുമൂലം മാനസിക വിഷമത്തിനും സാധ്യത കാണുന്നു. രോഹിണി നക്ഷത്രക്കാരുടെ 2026 ഓഗസ്റ്റ് മാസത്തെ പൊതുവായ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ മുൻ മാസങ്ങളിൽ അനുഭവിച്ചു പോന്നിരുന്ന കഷ്ടപ്പാടുകളിൽ നിന്നും കുറച്ചൊക്കെ മോചനം കൈവരും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. തൊഴിൽ രംഗം മെച്ചപ്പെടും. മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹകരണം ഉണ്ടാകും. സർക്കാർ ജോലിക്ക് അപേക്ഷിച്ച് നിയമന ഉത്തരവ് കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം വന്നു ചേരും. വാഹനം, ഗ്രഹം എന്നിവയ്ക്ക് യോഗം കാണുന്നു. പുതിയ സൗഹൃദ ബന്ധങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. ഉപരിപഠനത്തിനായോ ജോലിക്കായോ വിദേശത്തേക്ക് പോകാൻ കാത്തിരിക്കുന്നവർക്കുണ്ടായ ചെറിയ തടസ്സങ്ങളെ അതിജീവിച്ച് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. വിവാഹ ആലോചകർക്ക് സമയം ഏറെക്കുറെ അനുകൂലമായി കാണുന്നു. പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് ആഗ്രഹിച്ച വിധത്തിലുള്ള അവസരങ്ങൾ വന്നുചേരും. മനസ്സന്തോഷം ഉണ്ടാകും. എന്നാൽ കൂട്ടുകച്ചവടക്കാർക്കും ഷെയർ ബിസിനസ് രംഗത്തുള്ളവർക്കും സമയം അത്ര അനുകൂലമായി കാണുന്നില്ല. പിതാവിൻ്റെ ആരോഗ്യസ്ഥിതി അത്ര തൃപ്തികരമായിരിക്കില്ല. രോഹിണി നക്ഷത്രക്കാരുടെ 2026 മെയ് മുതൽ ആഗസ്റ്റ് വരെയുള്ള പൊതുവായ ഫലത്തെക്കുറിച്ചാണ് പറഞ്ഞത്. പൊതുവായ ഫലമായതിനാൽ ഓരോരുത്തരുടെയും ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഫലത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ കണ്ടേക്കാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നതോടൊപ്പം ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.